ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. 2001-ലും 2006-ലും പിന്തുണ തേടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നുവെന്ന് ഹിന്ദു ഐക്യവേദി. വോട്ട് അഭ്യർത്ഥിച്ച് എറണാകുളത്തെ RSS നേതാക്കളെ കണ്ട് വി.ഡി. സതീശൻ പിന്തുണ തേടിയെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു 24-നോട് പറഞ്ഞു. അന്ന് RSS നേതാക്കളുമായി വി.ഡി. സതീശന് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും RV ബാബു പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. വി.ഡി. സതീശൻ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇനി ഞാൻ കൊടിലുകൊണ്ട് പോലും RSSനെ തൊട്ടിട്ടില്ല എന്നായിരുന്നു. പക്ഷേ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗുരുജി ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ തിരികൊളുത്തിക്കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന്റെ ഫോട്ടോ അടക്കം ഇട്ട് ഞാനത് പറഞ്ഞ സമയത്ത് അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല എന്ന് 1000 വട്ടം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇന്ന് രാവിലെ വി.ഡി. സതീശൻ ഒരു TV ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന്. അദ്ദേഹം സമ്മതിച്ചു. തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് RSSന്റെ സഹായം തേടി തന്നെ സഹായിക്കണം എന്ന് RSSന്റെ ഒരു പ്രമുഖ നേതാവിനോട് പറഞ്ഞ കാര്യം ഞാൻ അന്നേ പറഞ്ഞതാ. 2001-ലും 2006-ലും ആ കാര്യം പറയുമ്പോൾ വി.ഡി. സതീശൻ എനിക്കെതിരെ വ്യക്തി അധിക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇന്നും ആ വ്യക്തി അധിക്ഷേപം ഉന്നയിച്ചു. എന്തായാലും ഈ രീതിയിലുള്ള പുതിയ പ്രതികരണങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ കൃത്യമായി അന്നത്തെ ചിത്രങ്ങൾക്ക് സഹിതമാണ് ഒരു വിമർശനം ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും പ്രതിപക്ഷ നേതാവിനെതിരെ. പിന്നീട് അത് കേരളം ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹിന്ദു ഐക്യവേദിയും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം, അതിൽ അന്ന് അത് സംഭവിച്ചിരുന്നു, RSSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ RSSുമായി നേതാക്കളെ കണ്ട് സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നൊക്കെ കൃത്യമായി പറയുകയാണ്. അത് മുമ്പ് വന്ന ആരോപണമാണ് അല്ലേ? അതെ, തീർച്ചയായും അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ 2 വർഷങ്ങളിലെ കാര്യം ഹിന്ദു ഐക്യവേദി സ്ഥിരീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, വലിയ പ്രത്യാരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ ഈ RSS ബന്ധവുമായി ബന്ധപ്പെട്ട്. അതിലാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി വി.ഡി. സതീശൻ അവരുമായി സഹകരിച്ചിരുന്നു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നത് അല്ലേ? അഷിത, തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, അല്ലെങ്കിൽ വോട്ടിനായി വി.ഡി. സതീശൻ RSS നേതാക്കളെ സമീപിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗോൾവാക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിൽ വി.ഡി. സതീശൻ പങ്കെടുക്കുന്ന ചിത്രം പങ്കുവച്ചത് വലിയ ചർച്ചയാവുകയും അതിനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഡീലും കാര്യങ്ങളുമൊക്കെ മുൻപും നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ വരികയും ചെയ്തത്. അത് ശരിവെക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടന്നിട്ടുണ്ട് എന്നാണ് ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് പറയുന്നത് എന്നുള്ളതാണ്. അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറയുന്നത് 2001-ലും 2006-ലും ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് 2001-ലും 2006-ലും ഇന്നത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല. RSSനോട് ഇത്രയധികം വിരോധമോ കാര്യങ്ങളോ ഒന്നും വെച്ചു പുലർത്തിയിരുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ വലിയ ആത്മബന്ധം ഈ RSSന്റെ നേതാക്കളുമായി വി.ഡി. സതീശൻ വെച്ചു പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് പറവൂരിലേക്ക് അത്തരത്തിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചൊക്കെ പിന്തുണ തേടിയൊക്കെ ഇത്തരത്തിൽ കൂടിക്കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. RSSനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്തുണ എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ശീലം RSSനുള്ള ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ശീലമില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് RV ബാബു പറയുന്നത്. എന്നിരുന്നാലും 2001-ലും 2006-ലും വോട്ട് അഭ്യർത്ഥിച്ച് പിന്തുണ തേടിയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ വി.ഡി. സതീശൻ സമീപിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് അതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ്, 2001-ന് മുൻപുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശൻ പരാജയപ്പെട്ടതിന് ശേഷം പറവൂരിലെ വിജയത്തിനായാണ് ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും പിന്തുണ തേടുകയും ചെയ്തത് എന്നാണ് RV ബാബു പറയുന്നത്. ഇത് മുൻപും താൻ വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ഗോൾവാക്കർ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്ത കാര്യമൊക്കെ താൻ മുൻപ് വെളിപ്പെടുത്തുകയും അത്തരത്തിലുള്ള കാര്യം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ തനിക്കെതിരെ വ്യക്തി അധിക്ഷേപമാണ് അന്ന് നടത്തിയത്. പക്ഷേ ഇന്ന് അത് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രി അടക്കം അത് പറയുന്നു. ഇപ്പോൾ അത് നിഷേധിക്കാനാവുന്നില്ല എന്നടക്കമാണ് RV ബാബു പറയുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമായി ഹിന്ദു ഐക്യവേദി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി ലിഡിയ, എന്തായാലും പ്രജിൻ, വലിയ ചർച്ചകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഹിന്ദു ഐക്യവേദി ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ കൂടി നടത്തുന്നത്. അവർ സ്ഥിരീകരിക്കുകയാണ് വി.ഡി. സതീശൻ RSSന്റെ സഹായം തേടിയിരുന്നു, അതവർ നൽകുകയും ചെയ്തിരുന്നു, അവരുടെ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു എന്നതടക്കം. സ്വാഭാവികമായും വലിയ ചർച്ചകൾ ഉണ്ടാകും അതിൽ വരും മണിക്കൂറുകളിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.